ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഉമ്മാക്ക് എന്നെ കാണാൻ ഭയങ്കര പൂതി. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ റെഡ് ബസ് എടുത്തു. അതിൽ കയറിയിട്ട് ബസ് ബുക്ക് ചെയ്തു. സാധാരണ ഞാൻ KSRTC ലോ ഫ്ലോറോ അല്ലെങ്കിൽ നോർമൽ KSRTC ബസ്സാണ് കേട്ടോ ബുക്ക് ചെയ്തത്. പക്ഷേ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഡീർ ബസ്സാണ് ബുക്ക് ചെയ്തത്. ബസ് ബുക്ക് ചെയ്യുമ്പോൾ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇത് ഒറിജിനൽ തന്നെയാണോ ഫേക്ക് ആണോ, കുറേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവസാനം രണ്ടും കൽപ്പിച്ച് ബുക്ക് ചെയ്തതാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സെയിം ബസ് തന്നെയാണ് കണ്ടത്. പിന്നെ ഉള്ളായിരുന്ന ടെൻഷൻ ഇനി ഇവരിനെ തട്ടിക്കൊണ്ടുപോകും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള കുറേ ചിന്തകളായിരുന്നു. അങ്ങനെ നൈസായിട്ട് ഫോണിൽ മാപ്പ് ഇട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ അവസാനം നമ്മൾ നാട്ടിലെത്താനായിട്ടോ. അങ്ങനെ ഗുരുവായൂർ സ്റ്റാൻഡിലെത്തി. അപ്പം ഉമ്മാക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഗുരുവായൂർ എത്തി എന്നുള്ള കാര്യം. അതിന് ഉമ്മ അവിടുന്ന് എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഗുരുവായൂർ KSRTC സ്റ്റാൻഡ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അപ്പുറത്തുള്ള എല്ലാവരും തറാവീഹ് നിസ്കാരത്തിന് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർ പോയതിന് ശേഷം പിന്നെ ഫുഡ് കഴിച്ചിട്ട് നേരെ എൻ്റെ കുറച്ച് പട്ടി ഷോ ആയിരുന്നു കേട്ടോ. ഞാനിത് ഉമ്മാക്ക് SM സ്ട്രീറ്റിൽ നിന്ന് മേടിച്ച ബാഗാണ്. ഇതിൻ്റെ സെയിം ഗ്രീൻ കളർ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഉമ്മാക്ക് പിങ്ക് ഇഷ്ടമായില്ല. അപ്പോൾ പിന്നെ പിങ്ക് ഞാനെടുത്ത് ഗ്രീൻ ഉമ്മാക്ക് കൊടുത്തു. പിന്നെ ഇത് ഉമ്മ എനിക്ക് വേണ്ടി മേടിച്ചതാട്ടോ. സംഭവം ഞാൻ ഷമാമ കഴിക്കൂല. പിന്നെ ഉമ്മ എന്തിനാണോ ഇത് മേടിച്ചത്. പിന്നെ വേറൊരു സാധനം കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഇവിടെ പറയുന്ന മുത്തിക്കുടി എന്നാണ്. ഇതിൻ്റെ ഈ മാങ്ങയുടെ തുമ്പത്ത് ഇങ്ങനെ കടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ നീരിങ്ങനെ എടുക്കും. നിങ്ങളുടെ ഭാഗത്ത് എന്താ പറയാമെന്ന് എനിക്കറിയില്ല. നിങ്ങളെല്ലാവരും ഈ മാങ്ങക്ക് എന്ത് പേരാണ് പറയുന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഫുഡ് കഴിച്ചതുകൊണ്ടും പിന്നെ മാങ്ങ കഴിക്കാൻ ഇപ്പോൾ ഒരു മൂഡില്ലാത്തതുകൊണ്ടും അതങ്ങനെ തന്നെ അവിടെ വെച്ചു. പിന്നെ പിന്നാമ്പുറത്ത് വേറെ എന്തൊക്കെയുണ്ട് എന്ന് തപ്പാൻ വേണ്ടി പോയപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. ഇത് ചക്കരമത്ത എന്ന് ഞങ്ങൾ പറയും, ചക്കരമത്ത. ഓക്കെ, ഞാൻ ഈ ചക്കരമത്ത എന്ന് പറയുമ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എന്നെ കളിയാക്കാറുണ്ട് കേട്ടോ. ചിലയിടത്ത് ബത്തക്ക എന്ന് പറയും, ഇല്ലെങ്കിൽ തണ്ണിമത്ത എന്ന് പറയും, അങ്ങനെ പറയലുണ്ട്. പിന്നെ ഉമ്മ പതിവ് പോലെ ഗ്യാസ് ഓഫ് ചെയ്തു. എന്നിട്ട് ഫോൺ എടുത്തു കേട്ടോ. ഫോൺ എടുത്തപ്പോൾ അതിൻ്റെ വാൾപേപ്പർ ഞാനും താത്തയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതാ ഈ സുന്ദരി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ട്രോളായിരുന്നു കേട്ടോ. പിന്നെ ഇത് സംഭവം DJ പാർട്ടിയോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് എന്തിനാണ് ഇട്ടേക്കുന്നതെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. പിന്നെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ ലൈറ്റ് ഇട്ടിട്ടുണ്ട് വെച്ചെങ്കിൽ പുറത്തുനിന്ന് നായ വരില്ല പോലും. ഈ ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നായ വരില്ല അത്രയും. ഉമ്മാൻ്റെ ഓരോ വിശ്വാസങ്ങൾ അതങ്ങനെ തന്നെ നിൽക്കട്ടെ. അതിനുശേഷം പിന്നെ ഉമ്മമ്മയുടെ ഫോണിൽ കളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറേ കാലം മുമ്പ് ഈ ഒരു ബോട്ടിൽ കിട്ടിയപ്പോൾ അതിൽ കുറച്ച് മറ്റേ ഫാബ്രിക് പെയിൻറ്റും ബഡ്സും വെച്ചിട്ട് ഇങ്ങനെ കുത്തി ഡിസൈൻ ആക്കിയതാണ് കേട്ടോ. പിന്നെ ഒരു കാശ് കൊടുക്കുക. അതിനും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ കുറച്ച് മണി പ്ലാന്റ്, അതൊക്കെ ഉമ്മയുടെ പണി കേട്ടോ. അവിടെ മണി പ്ലാന്റ് വെച്ചതും കാര്യങ്ങളൊക്കെ. പിന്നെ എൻ്റെ തന്നെയും കുറച്ച് ട്രോഫി, അതും പെട്ടിഷൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അവസാനം ഞാൻ റൂമിലെത്തി കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഓക്കേടാ, ഗുഡ് നൈറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. ടാറ്റാ.